ഡിസൈനുകൾ, ചെറുതും വലുതുമായ 1000 ഡയമണ്ട് ആഭരണങ്ങൾ, വലിയ സെലക്ഷൻ, ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്സ് തൊടുപുഴ. മാറാടി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും നടത്തി LDF. 300ഓളം പേർ പങ്കെടുത്ത മാർച്ച് മണ്ണത്തൂർ കവലയിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. മാറാടി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജന പക്ഷപാതത്തിനും വികസന മുരടിപ്പിനും എതിരെ ജനകീയ മാർച്ചും കുറ്റപത്ര സമർപ്പണവും നടത്തി LDF. 300ഓളം പേർ പങ്കെടുത്ത മാർച്ച് മാറാടി മണ്ണത്തൂർ കവലയിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. പോലും കഴിഞ്ഞിട്ടില്ല. സംരംഭകത്വ വ്യവസായിക വികസനം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. തുടങ്ങിയ നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ജനകീയ മാർച്ചിന്റെ ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് അനീഷ് M. മാത്യു നിർവഹിച്ചു. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും സ്വജനപക്ഷപാതത്തിനും വികസന മുരടിപ്പിനുമെതിരെ ഇന്ന് രാവിലെ LDF മാറാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ മാർച്ചിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPIM ഏരിയ സെക്രട്ടറി അനീഷ് M. മാത്യു ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം മാത്രമാണ് മാറാടിയിലെ ജനങ്ങളോട് പറയാനുള്ളത്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അബദ്ധം പറ്റിയാൽ പിന്നെ അബദ്ധം അത് ആ ജനാധിപത്യത്തിൽ മാറ്റണമെങ്കിൽ 5 വർഷം കൂടി പിന്നിടേണ്ടി വരും. ആ ഒരു അവസ്ഥ ഇനി മാറാടിക്ക് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ മാറാടിയിലെ ജനങ്ങളാണ്. ഇവിടെ നമുക്കറിയാം, പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്, ബ്ലോക്ക് ഭരിക്കുന്നത് കോൺഗ്രസ്, MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MP ഇതെല്ലാം കോൺഗ്രസ് ആണ്. എന്നിട്ട് എന്താ ഈ നാട്ടിൽ ഒരു വികസന പദ്ധതികൾ കൊണ്ടുവരാത്തത്? തനതായി തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വികസന പദ്ധതി കൊണ്ടുവരാൻ എന്ത് ഇവിടെ സാധിക്കുന്നില്ല? എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് മാറാടിക്കാരനാണ് സാവുചേട്ടൻ. എന്ത് അദ്ദേഹമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും MLAയും MPയും ഉൾപ്പെടെ ഇവിടെ കോൺഗ്രസ് ഭരിച്ചു കഴിയുമ്പോൾ ഈ നാട്ടിലൊരു വികസന പദ്ധതി, പുതിയതായിട്ടുള്ള ഒരു കുടിവെള്ള സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവരാൻ വേണ്ടി എന്താ ഇവർക്ക് സാധിക്കാത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു ചോദ്യമായി മുന്നോട്ട് ചോദിക്കാനുള്ളത്. CPI ലോക്കൽ സെക്രട്ടറി ബെൻസി മണിത്തോട്ടം അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗം KY മനോജ്, TN മോഹനൻ, ലതാ ശിവൻ, വിൻസെന്റ് ഇല്ലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്.